അവസാനം നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ എല്ലാ കാര്യവും പറഞ്ഞു അല്ലേ. പക്ഷെ നീ ഒരുപാട് വൈകിപ്പോയി. എനിക്കിപ്പോൾ ഈ മുറി ഒരു ശീലമായി. നിന്റെ നല്ല പ്രായം അനാഥ മന്ദിരത്തിലാക്കിയതിന് ദൈവം നൽകിയ തിരിച്ചടി. ഇല്ലമ്മേ, ഞാൻ സമ്മതിക്കില്ല. ഈ തടവറയെന്ന് അമ്മ ഞാൻ പുറത്തിറക്കും. എല്ലാവരുടെയും ചിന്നമ്മയായിരുന്നു ഞാൻ. പിന്നെ ആർച്ചയായി, ഉണ്ണിയാർച്ച. പിന്നെ വർഷങ്ങളോളം ഞാൻ കാത്തിരുന്ന ആ വിളി മോൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ. അമ്മ എന്ന ആ വിളി സന്തോഷമായി മോനെ, മനസ്സ് നിറഞ്ഞു. ചിട്ടി അങ്ങേര് ലോൺ എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവര് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ല അങ്ങേര് മരിച്ചത്. എന്റെ കെട്ടിയൻ മഹാപിഴയായിരുന്നു സാറേ. കോഴിക്കട നടത്തി മുടിഞ്ഞതാ. കള്ളുകുടി, ചീട്ടുകളി എന്ന് വേണ്ട സർവ്വ ചുറ്റിക്കളി അങ്ങേർക്കുണ്ടായിരുന്നു. അങ്ങേര് ചത്തേ പിന്നെ കോഴിക്കട തുടങ്ങാൻ ആ ഉണ്ണിയാർച്ച സഹായിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടത്. കെട്ടിയോന്മാരുടെ ചീട്ടുകൾ നിർത്താൻ ഞങ്ങൾ കുറേ പെണ്ണുങ്ങൾ ഉണ്ണിയാർച്ചേനെ പോയി കണ്ടു. ഞാനിത് പൂട്ടിയാലും നിങ്ങളുടെ കെട്ടിയോന്മാർ വേറെ പോയി കളിക്കുമെന്നും പറഞ്ഞ് അവിടെ പിരിയുന്ന കാശിൻ്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് വീതിച്ച് തരികയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കഷ്ടമായി പോയി സാറേ. സാറെന്ന് അവരെ തല്ലാൻ പറഞ്ഞപ്പോ ഞാൻ കൈവെക്കാതിരുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. എന്റെ 2 പെൺമക്കളും പഠിക്കുന്നതിന്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് അവരാ. ഉണ്ണിയാർച്ചയെ പ്രതിയാക്കാൻ സാർ ഒരു അല്പം തിടുക്കം കാട്ടിയെന്ന് എനിക്ക് അന്നേ ഡൗട്ട് അടിച്ചതാ. അതുകൊണ്ട് തന്നെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയി. യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാ. വാതിൽ പുറത്തു നിന്ന് പൂട്ടിയ മുറിയിലാണല്ലോ ക്രൈം നടന്നത്. താക്കോൽ അവരുടെ കയ്യിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിച്ചു. അത്രേ ഉള്ളൂ. അത് നോക്കി വാ. എല്ലായിടത്തും ഒന്നും കൂടി സെർച്ച് ചെയ്യണം. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ഇതിങ്ങടുത്ത് കൊല്ലപ്പെട്ട മനു ഉപയോഗിച്ചതാവാം, അല്ലെങ്കിൽ കൊലയാളിയുടെ. ഏതായാലും ടെസ്റ്റിന് അയച്ച് കൺഫേം ചെയ്യണം. സ്റ്റേഷൻ റെക്കോർഡ്സിലുള്ള സകല ഫിംഗർ പ്രിന്റ്സും അയച്ചോളൂ. പൂട്ടിയിട്ടിരിക്കുമ്പോൾ ഇതിനുള്ളിൽ കയറാൻ ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത്രയും താഴേന്ന് അവിടെ കയറി പറ്റണമെങ്കിൽ ഒരു ലാഡർ ഉപയോഗിക്കേണ്ടി വരും. ഈ പരിസരത്ത് അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടുമില്ല. അല്ല സാർ, ഐ വിറ്റ്നസ് ആരുമില്ലേ? ഈ കെട്ടിടത്തിൽ രാത്രി ഒരുത്തൻ കിടന്നുറങ്ങാൻ പതിവുണ്ടായിരുന്നു. ആരാണ്? പൂത്തിരി എന്നാണ് പേര്. പക്ഷെ ഇപ്പൊ എന്തോ കണ്ട് പേടിച്ച് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാണ്. ചില കേസുകളിൽ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ പ്രതികൾ ഇങ്ങനെ മനഃപൂർവ്വം ബിഹേവ് ചെയ്യാറുണ്ട്. പൂത്തിരി എവിടെയുണ്ടെങ്കിലും അവനെ ഉടനെ പോക്കണം.